സ്പൈഡർമാനെ പോലുള്ള ഹീറോസൊക്കെ അവരുടെ ഫൈറ്റിംഗ് സ്കിൽസും അവരുടെ പവേഴ്സൊക്കെ ഹോൾഡ് ബാക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ വില്ലന്മാരൊക്കെ ജീവിച്ചു പോകുന്നത്. ഒരു പക്ഷേ ഈ സ്പൈഡർമാൻ ഒന്നും ഹോൾഡ് ബാക്ക് ചെയ്തില്ലെന്ന് വിചാരിച്ചോ, വില്ലന്മാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാവോ? ആക്ച്വലി അങ്ങനൊരു സ്റ്റോറി ഉണ്ട്. അതാണ് നമ്മുടെ സ്പൈഡർ പണിഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ട് ഇഫ് സ്റ്റോറിയാണത്. ആക്ച്വലി ഈ യൂണിവേഴ്സിൽ നമ്മുടെ പീറ്റർ പാർക്കർ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരാളാണ്. അപ്പോഴായിരിക്കും പുള്ളിനെ ഈ സ്പൈഡർ കടിക്കുന്നത്. അങ്ങനെ ആ പവേഴ്സ് വെച്ചിട്ട് നമ്മുടെ സ്പൈഡർമാൻ TV ഷോസിലുള്ള ഒരുപാട് റെസ്ലിംഗ് കോമ്പറ്റീഷനിലൊക്കെ പോയിട്ട് അതിലൊക്കെ ജയിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ഒരു കള്ളൻ ആ TV ഷോയുടെ അവിടുന്ന് കാശ് അടിച്ചുകൊണ്ട് മാറ്റുന്നതും നമ്മുടെ സ്പൈഡർമാൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പുള്ളിയുടെ അങ്കിൾ ബെന്നിനെ കൊല്ലുന്നതും. അങ്ങനെ നീ എൻ്റെ അങ്കിളിനെ തന്നെ കൊല്ലുന്നോടാ തെണ്ടി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തന്നെ നമ്മുടെ സ്പൈഡർമാൻ ആ കള്ളനെ കൊന്നു കളയും. അതിനുശേഷം സ്പൈഡർ പണിഷർ എന്നുള്ള പേരിൽ പുള്ളി ഒരു വിജിലാൻറ്റി ആയിട്ട് ചുറ്റാൻ തുടങ്ങും. അതായത് പുള്ളിയുടെ വെബ് ഷൂട്ടേഴ്സ് നിന്ന് വെബ് മാത്രമല്ല പോവുക, ബുള്ളറ്റ്സും പോവും. അതായത് ഒരു ലിറ്ററൽ ഗണ്ണായിട്ട് വരെ ആ വെബ് ഷൂട്ടേഴ്സ് ആക്ട് ആവും. വെറും 10 മിനിറ്റ് കൊണ്ട് മൊത്തം സിനിസ്റ്റർ 6 തന്നെ പുള്ളി അടിച്ച് തകർത്ത് കളയും. കൊന്നു കളയും. അവസാനം എന്നിട്ട് ഞാൻ ഈ സ്പൈഡർമാൻ ആയതുകൊണ്ടല്ലേ ഈ വില്ലന്മാരൊക്കെ എന്നെ തേടി വരുന്നത്, ഈ ഐഡൻറ്റിറ്റി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ സ്പൈഡർമാൻ സംഭവം തന്നെ ഊരിക്കളഞ്ഞിട്ട് അവിടുന്ന് പോകും. അങ്ങനെ ഊരിക്കളഞ്ഞ ആ ടൈമിലായിരിക്കും നമ്മുടെ ഫ്രാങ്ക് കാസിലിൻ്റെ മകൾ മരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഈ സ്പൈഡർമാൻ്റെ സ്യൂട്ട് പുള്ളി എടുത്തിട്ട് പുള്ളി ഇത് പണിഷറായി മാറുന്നത്.